അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ മാത്രമല്ല ഇപ്പോൾ ആദ്യകാലത്തൊക്കെ വെച്ചാൽ ഏതെങ്കിലും വാർത്ത മറ്റു പത്രങ്ങളിൽ വന്ന വാർത്ത ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്താ നമുക്ക് കിട്ടിയില്ലല്ലോ. ന്യൂസ് പേപ്പർ ചോദിക്കുമ്പോൾ ടെലിപ്രിൻ്റർ തുറന്നൊക്കെ ചോദിക്കും, ഇന്ന വാർത്തകൾ മനോരമയിൽ നമുക്ക് മിസ്സിങ് എന്താണ്. അപ്പം അതിന് നമ്മൾ ടെലിപ്രിൻ്റർ തുറന്ന വഴിക്ക് മറുപടി കൊടുക്കണം. അത് എല്ലാ ദിവസവും വരും. അതൊക്കെ ഓരോ ന്യൂസ് റൈറ്റർമാർ പറയേണ്ട ഇതുപോലെ ഇരിക്കും. താല്പര്യം ചില ആളുകളൊന്നും ചോദിക്കുന്നില്ല. ചില ആളുകൾ പണിക്കുന്ന ന്യൂസ് റൈറ്റർ ഉണ്ടായിരുന്നു. അയാൾ ഉള്ള കാലത്ത് ഇതാണ് സ്ഥിതി. എപ്പോഴും ഒരു സാധനം മിസ് ചെയ്താൽ അപ്പോൾ ചോദിക്കും എന്തുകൊണ്ട്. ഇപ്പം പഴയകാലത്തെ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് പത്രങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പുതിയ സാങ്കേതിക വിദ്യ, ഈ അന്നത്തെ പത്രപ്രവർത്തനവും ഏറ്റവും പുതിയ പത്രപ്രവർത്തനവും എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? അതിൻ്റെ ഒരു ഇപ്പോഴത്തെ കാര്യത്തെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ പറ്റും. ഇപ്പൊക്കെ വളരെ സുഖമാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ഇത് ശരിയാണല്ലോ. നമ്മൾ ഒരു പടം അയക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ പടം അയച്ചാൽ എല്ലാ സ്ഥലത്തും കിട്ടും. വളരെ ഈസിയായിട്ട് ഏത് സ്ഥലത്തും വേണം കൊടുക്കാമല്ലോ. മറ്റെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കിട്ടിയപ്പോൾ ഒരു പടം കോഴിക്കോടും കൊച്ചിയിലും വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊച്ചിയിൽ നിന്ന് കുറച്ച് കൊച്ചിക്കാർ അങ്ങോട്ട് ഫീഡ് ചെയ്യണം. അതിൻ്റെ ഒരേ വാർത്ത തന്നെ ചിലപ്പോൾ ഒരേ പടം തന്നെ ചിലപ്പോൾ ഒരേ ദിവസം എല്ലാ എഡിഷനിലും വരണമെന്നില്ല. ഇന്ന് തൃശ്ശൂർ വന്ന വാർത്ത ചിലപ്പോൾ പിറ്റേ ദിവസമൊക്കെ കോഴിക്കോട് തിരുവനന്തപുരത്തൊക്കെ വരുള്ളൂ. ഇന്ന് പിന്നെ ആ സംവിധാനം ഉണ്ടല്ലോ, ആ പേജിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനും ഒക്കെ മെസ്സേജ് അങ്ങനെ പറ്റുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നപ്പോൾ. പ്രയാസമില്ലല്ലോ. പുതിയ കാലത്തെ പത്ര മേഖലയിൽ ഒരുപാട് ആളുകൾ കടന്നു വരുന്നുണ്ട്. പുതിയ ആളുകളോട് പറയാനുള്ളത് എന്താണ് ഈ ആദ്യകാലത്തൊരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പുതിയ തലമുറയിലെ ഈ കടന്നു വന്നിട്ടുള്ള പത്രപ്രവർത്തകർ? അത് എനിക്ക് പറയാനുള്ള അലസരാവാതിരിക്കുക, ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്യുന്ന ജോലിയോട് കുറവ് പുലർത്തുക. അത് തെറ്റുകളൊക്കെ സംഭവിക്കാം, അത് മനഃപൂർവ്വം തെറ്റുകൾ വരുത്താതിരിക്കുക, ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക. ചിലപ്പോൾ ചില വൈകാതെ തോന്നും, ചിലപ്പോൾ ഒരു കിഴക്ക് കൊടുക്കുന്നു വരും, എന്നാലും അത് ദ്രോഹിക്കാതിരിക്കുക. അത് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുക. സമയം 6 മണിക്കൂർ ജോലി ചെയ്യാമല്ലോ. അത് ചില ആളുകളുണ്ട്, നമുക്ക് വേണ്ട അനുഭവത്തിൻ്റെ ചില ആളുകൾ 10 മണിക്കൊന്നും അവരെ ജോലി സമയം ഞാൻ എന്ത് റിപ്പോർട്ട് ചെയ്താൽ അവിടെ വെച്ച് പോകാന്നുള്ളത്. നമുക്കതല്ല, ഒരു സാധനം കിട്ടി അത് എഴുതി കൊടുത്ത് അത് പത്രത്തിൽ വരുന്നുള്ള ഉറപ്പ് വരുത്തുന്നുള്ള താല്പര്യമുണ്ട്. ഇപ്പോഴത്തെ തലമുറയോട് എനിക്കതാ പറയുള്ളത്, അലസത ഇല്ലാണ്ടിരിക്കുക, ആത്മാർത്ഥമായിട്ടൊരു ജോലി ചെയ്യുക, ചെയ്യുന്ന ജോലിയോട് കൊടുക്കൂല. അത് മാത്രം. വളരെ ഒരു ഏതാണ്ട് അരനൂറ്റാണ്ട് മുൻപ് പത്രപ്രവർത്തന രംഗത്തേക്ക് താല്പര്യത്തോടുകൂടി കടന്നു വരികയും മാതൃഭൂമിയുടെ തൃശ്ശൂർ ലേഖകനായിട്ട് പതിറ്റാണ്ടുകളോളം പ്രവർത്തിക്കുകയും ചെയ്തു. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പത്രപ്രവർത്തനത്തിൽ സംതൃപ്തനാണോ? ജോലി എടുത്തതിലുള്ള ഒരു സംതൃപ്തി പൂർണ്ണമായിട്ടുണ്ടോ? പൂർണ്ണ സംതൃപ്തി. പത്രപ്രവർത്തകനായതിൽ പൂർണ്ണ സംതൃപ്തി. അങ്ങനെ പബ്ലിക് കോണ്ടാക്റ്റ് കിട്ടാനും ആളുകളോട് സ്നേഹം കാണിക്കാനും, ഓരോ ആളുകൾ നമ്മൾ പോകുമ്പോൾ നമ്മളോട് സമീപനം, ആളുകളോട് സമീപനം, ഒരാൾ പോലും ഒരു പുച്ഛതരത്തിൽ വീക്ഷിക്കുന്നതല്ലായിരുന്നു, സ്നേഹപൂർവ്വം പെരുമാറും. അങ്ങനെയാണ് അവരോട് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ആദരവും കിട്ടുന്നുണ്ട്. പല സ്ഥലങ്ങളും പോയി നമ്മളെ ആദരിക്കുന്നുണ്ട്. പബ്ലിക് ലൈബ്രറി, ഞാനിവിടെ വീട്ടിലൊക്കെയുള്ള കാലത്ത് ആദ്യകാലത്ത് മറ്റേ ലൈബ്രറി പ്രവർത്തകനായിരുന്നു. ലൈബ്രറിയിലൂടെ സെക്രട്ടറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. റിട്ടയറിന് ശേഷം ഞങ്ങളുടെ സൺമാർബിൾ വായനശാലയുടെ 75ാം വാർഷികമുണ്ട്. അതിന് സജീവമായിട്ട് വർക്ക് ചെയ്തു. ഒരു സോണിയർ ഇറക്കി ഞാനും സഖ്യറും കൂടിയിട്ടാണ് മെയിനായിട്ട് ചെയ്ത്. 2 ലക്ഷത്തോളം രൂപ മറ്റേ ലാഭം ഈ പർസിൽ നിന്ന് കിട്ടി. അങ്ങനെയൊക്കെ സജീവമായിട്ട് ഇപ്പോഴും പൊതുപ്രവർത്തനം. ഇപ്പോൾ ഞാൻ ജോലി ചെയ്തതിന് ശേഷം ഇപ്പോഴും സാമൂഹിക സേവനം തന്നെയാണ്. ഒരു കുടിവെള്ള പദ്ധതി ഉണ്ട് ഇവിടെ. ആ കുടിവെള്ള പദ്ധതി 170 വീട്ടുകാർക്ക് ഡെയിലി 1 മണിക്കൂർ വെള്ളം, 1.25 മണിക്കൂർ വെള്ളം പൈപ്പിലെത്തിച്ചു, പൈപ്പ് ഇട്ടിട്ട് അവരെ അതിൻ്റെ സാമ്പത്തികം എന്നു വെച്ചാൽ കറണ്ടിൻ്റെയും മറ്റേതിൻ്റെ ചിലവൊക്കെ നമ്മൾ ഓരോ വീട്ടുകാർ കൃത്യമായിട്ട് എടുക്കണം. ഇപ്പോൾ 50 റുപ്യാണ് ഒരു മാസത്തിൽ
മറ്റേ പിരിവ് അതിപ്പോൾ സജീവമായിട്ട് നടന്നിട്ട് അങ്ങനെ സന്തോഷം. ഇപ്പം അത് പറഞ്ഞത് എനിക്ക് കണ്ണ് അത് പ്രശ്നമായതുകൊണ്ട് സാമൂഹിക സേവനമൊന്നും നടത്താൻ പറ്റാത്ത മാതിരി അവിടെ ഇവിടെയൊക്കെ നടക്കുമ്പോഴൊക്കെ വീഴുമെന്നുള്ള പേടി, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊക്കെ അങ്ങനെ കഴിയണം. എനിക്ക് 10 മാസം കൊണ്ട് യാതൊരു ദോഷവും എനിക്കുണ്ടായില്ല, സന്തോഷമുള്ളൂ. ഇപ്പം അത്യാവശ്യം ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് അത്യാവശ്യം 7,000 റുപ്യ ഇപ്പോൾ പെൻഷൻ കിട്ടും. പെൻഷൻ മാത്രമല്ല ഞങ്ങളുടെ ഉദ്ദേശം, മറ്റ് സാമൂഹിക നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കുക, പഴയ ആളുകളുടെ കൂട്ടായ്മ. ഞങ്ങളിവിടെ കഴിഞ്ഞ മെയ്യിൽ ഞങ്ങളുടെ സംസ്ഥാന വർക്കേഴ്സ് ഫോറത്തിൻ്റെ സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിൻ്റെ സംസ്ഥാന സമ്മേളനം 2 ദിവസമായിട്ട് നടത്തും. പഴയ ആളുകളെ എല്ലാവരും ആദരിച്ചു, അവരുടെ വിധവകളെ ആദരിച്ചു. സ്റ്റേറ്റ് ലെവലിൽ നല്ലൊരു സെമിനാർ നടത്തി. അപ്പോൾ ഇപ്പം നേരത്തെ പത്രപ്രവർത്തനത്തോടൊപ്പം തന്നെ പൊതുപ്രവർത്തനവും ഉണ്ടായിരുന്നു. ഇപ്പോൾ 2000 മാതൃഭൂമിയിൽ നിന്ന് ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷവും ഇപ്പോഴും പത്രപ്രവർത്തകരുടെ സംഘടനയുമായി പ്രവർത്തിച്ചുകൊണ്ട് സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ പത്രപ്രവർത്തക യൂണിയൻ്റെ തൃശ്ശൂർ പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി എന്നുള്ള പ്രസിഡന്റ് സെക്രട്ടറി ദീർഘകാലം അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ, അതുപോലെ തന്നെ ദേശീയ കൗൺസിൽ അംഗം, മറ്റേ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ 4, 5, 6 വട്ടം, പിന്നെ ഒരു റീജിയണൽ പ്രസിഡൻറ്റ് എന്നീ നിലകളിൽ ഇതിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട മറ്റു ട്രേഡ് യൂണിയൻ സമരങ്ങളിലും ഒക്കെ പങ്കെടുത്തിരുന്നു. ഇപ്പം ഇല്ല, പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ നിലയ്ക്കും മാനസികമായിട്ട് നല്ലൊരു സന്തോഷമുള്ള കാലമാണ്. അവിടെ മനസ്സനുസരിച്ചുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റും. അതിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ആരോഗ്യം ക്ഷയിച്ചു, കണ്ണ് കാണാൻ പറ്റ പ്രശ്നമായി, പ്രോസ്റ്റേറ്റിൻ്റെ ശല്യമുണ്ട്, പല ആരോഗ്യമായ പ്രശ്നങ്ങളുകൊണ്ടുള്ള മാനസിക വിഷമം മാത്രമേ. അപ്പോൾ തൃശ്ശൂരിൻ്റെ ആദ്യകാല പത്രപ്രവർത്തകരിൽ ഒരാൾ എന്നുള്ള നിലയിൽ താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞതിനും നമ്മളോടൊപ്പം സമയം ചെലവഴിച്ചതിനും വളരെയേറെ സന്തോഷം. നന്ദി, നമസ്കാരം.